ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാക്കേജിങ്ങിൻ്റെ അകത്ത് തന്നെ മീറ്റിൻ്റെ കാര്യം, വെറ്ററിനറി സയൻസും ഫുഡ് ടെക്നോളജിനകത്തുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് മൊത്തം നമ്മൾ എടുക്കാൻ പോവാണ് കേട്ടോ. പാക്കേജിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് പ്രസൻറ്റിങ് എ പ്രൊഡക്റ്റ്, അല്ലെ, ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പാക്കേജിങ് എന്ന് പറയാം, അല്ലേ. അപ്പോൾ പാക്കേജിങ് ഈസ് വൈറ്റൽ പ്രൊഡക്റ്റ് കോമ്പോണൻറ്റ്. ഒരു എന്താണ് പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വൈറ്റൽ ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് ഇത് പാക്കേജിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഹാൻഡ്ലിങ് ചെയ്യുന്നു, അല്ലെ, ത്രൂ ഔട്ട് ദ എൻറ്റയർ ഹാൻഡ്ലിങ് സിസ്റ്റം, നമ്മൾ മൊത്തമുള്ള ഈ ഹാൻഡ്ലിങ് സിസ്റ്റം എടുത്താലും പാക്കേജ് ക്യാൻ ബി ബോത്ത് ആൻ എയ്ഡ് ആൻഡ് ഹിൻഡ്രൻസ് ടു ഒബ്റ്റെയിൻ മാക്സിമം സ്റ്റോറേജ് ലൈഫ്. ഈ മൊത്തം പ്രോസസ്സിങ് കഴിഞ്ഞാൽ ആ ഫൈനലായിട്ടുള്ള ആ പാക്കേജിങ് വഴിയാണ് നമ്മൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താനും പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പാക്കേജിങ്ങിലൂടെയാണ്. ഇവിടെ മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിനെ ഇമ്മൊബിലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുഷനിങ് എന്ന് പറയാം. മെയിനായിട്ട് എന്തോർക്കുക, ഇമ്മൊബിലൈസ് ചെയ്യുകയാണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ ഇമ്മൊബിലൈസ് ചെയ്യാണ്. ഇപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈമിലായാലും മാർക്കറ്റിങ്ങിൻ്റെ ടൈമിലായാലും ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെയൊക്കെ ടൈമിൽ ഈ പാക്കേജിങ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മിനിമൈസ് ചെയ്യുന്നുണ്ട്, എന്ത് ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഈ പാക്കേജിങ്ങിന് പറ്റുന്നുണ്ട്. ഈ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഫോഴ്സസ് ആയിരിക്കാം. അതായത് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് പലതരത്തിലുള്ള മെക്കാനിക്കൽ ഫോഴ്സ് വരുന്നുണ്ട്, അല്ലേ. വൈബ്രേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്രഷൻ വരാം, അങ്ങനെ പലതരത്തിലുള്ള ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മൾ പാക്ക് ചെയ്യുന്നതോടുകൂടി എന്താണ് ആ പറഞ്ഞിരിക്കുന്ന ഡാമേജ് അവിടെ നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ക്ലൈമാറ്റിക് ഇൻഫ്ലുവൻസസ് വരാം, അതായത് മോയ്സ്ചറോ അല്ലെങ്കിൽ ഓക്സിജൻ വന്നിട്ട് ഓക്സിഡൈസ് ചെയ്യാനോ ടെമ്പറേച്ചർ കയറിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനോ, അങ്ങനെ പലതരത്തിലുള്ള ക്ലൈമാറ്റിക് ഇൻഫ്ലുവൻസസ് കോസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് കോസ് ചെയ്യാം. അതും ഇവിടെ പാക്കേജിങ് കാരണം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ. പാക്കേജിങ്ങിലൂടെ എന്താണ്, അതിനകത്തേക്ക് ഓക്സിജൻ പിന്നെ കടക്കുമോ, അതിനകത്തേക്ക് മോയ്സ്ചർ കടക്കുമോ? ഇല്ല, അങ്ങനെ ഒരു മാറ്റം അതിനകത്ത് വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്താണ്, കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എന്താണ് പ്രൊഡക്റ്റിൻ്റെ എന്താണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് പറയാം, അല്ലേ. ബെനിഫിറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് പറയാം എന്താണ്, പ്രൊട്ടക്ഷൻ, അല്ലേ. മെയിനായിട്ട് എന്താണ് റിക്വയർമെൻറ്റ്? പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ഇതിൽ നിന്നൊക്കെ മെക്കാനിക്കൽ ഫോഴ്സ് ആയാലും ക്ലൈമാറ്റിക് ഫോഴ്സ് ആയാലും കണ്ടാമിനേഷൻ ആയാലും സ്പോയിലേജിൽ നിന്നായാലും ഇതൊക്കെ എന്താണ്, ഈ പാക്കേജിങ് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, സ്ട്രെങ്ത്ത് കൊടുക്കുന്നുണ്ട്, അല്ലേ. നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിന് നല്ലൊരു സ്ട്രെങ്ത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഹാൻഡ്ലിങ്ങിൻ്റെ സമയത്ത്, സ്റ്റോറേജിൻ്റെ സമയത്ത്, ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത്, ഇതിൻ്റെ സമയത്തൊക്കെ ഒരു എന്താണ് സ്ട്രെങ്ത്ത് ആര് കൊടുക്കുന്നുണ്ട്? ഈ പാക്കേജിങ് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. ഇപ്പോൾ പ്രൊട്ടക്ഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയേണ്ടത്. അതായത് മോയ്സ്ചറിനെ ആയാലും ഓക്സിജനെ ആയാലും അതുപോലെ തന്നെ ലൈറ്റ് ആയാലും UV അതുപോലുള്ള റേഡിയേഷൻസ് ആയാലും എന്തിൻ്റെ ആയാലും ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് അത് കടക്കില്ലല്ലോ. അപ്പോൾ ഇതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുണ്ട്, നമ്മുടെ പാക്കേജിന് ഒരു കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. എന്തുണ്ട്? ഒരു കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. കെമിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കൊറോഷൻ, അതുപോലെ തന്നെ മറ്റുള്ള കെമിക്കൽ റിയാക്ഷൻസ്, ഇതൊന്നും നമ്മുടെ ഫുഡിനകത്ത് നടക്കില്ല. അതാണ് നമ്മൾ കെമിക്കൽ റെസിസ്റ്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തുണ്ട്, ഫുഡ് സേഫ്റ്റി, അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഫുഡുമായിട്ട് ഈ പാക്കേജ് ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഫുഡിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നില്ല. സോ ആ ഫുഡ് കോണ്ടാക്ട് റെഗുലേഷൻസിനെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പാക്കേജ് നമ്മൾ ചെയ്യുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ ഫുഡിന് ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ സസ്റ്റൈനബിലിറ്റി, അതായത് നമ്മുടെ ഈ പാക്കിംഗ് എന്ന് പറയുന്നത് റീസൈക്ലബിൾ ആയിട്ടുള്ള, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള, റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാക്കേജ് ആയിരിക്കണം. അതാണ് ഒരു റിക്വയർമെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി നമുക്കൊരു റിക്വയർമെൻ്റ് ആയിട്ട് പറയാം. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇതൊക്കെയാണ് എന്തിൻ്റെ കേസിൽ, നമ്മുടെ ഒരു പാക്കേജിങ്ങിൻ്റെ കേസിൽ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്. പ്രൊട്ടക്റ്റ് ചെയ്യണം, സ്ട്രെങ്ത്ത് കൊടുക്കണം, ബാരിയർ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം, കെമിക്കൽ റെസിസ്റ്റൻസ് കൊടുക്കണം, സസ്റ്റൈനബിലിറ്റി വേണം, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, സസ്റ്റൈനബിലിറ്റി പറഞ്ഞു. അതത്രയാണ് റിക്വയർമെൻറ്റ്സിൻ്റെ കേസിൽ വരുന്നുള്ളത്. ഇനി ഇതിൻ്റെ എന്താണ് ഫങ്ഷൻസ്, എന്താണ് ഈ പാക്കേജിങ് ചെയ്യുന്നുള്ളത്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നുള്ളതെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ ഫങ്ഷൻസിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്? ഒന്ന് കണ്ടെയ്ൻമെൻറ്റ്, അല്ലേ. എന്താണ്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫുഡിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതെന്താണ് ഫങ്ഷൻസിൽ വരും. പിന്നെ ഏകദേശം റിക്വയർമെൻറ്റ്സിന് നമുക്ക് ഫങ്ഷനായി തിരിക്കാം. പ്രൊട്ടക്ഷൻ, അതൊരു ഫങ്ഷനാണ്, അത് റിക്വയർമെൻറ്റുമാണ് ഫങ്ഷനുമാണ്. പിന്നെന്താണ്, പ്രിസർവേഷൻ, അല്ലേ. പ്രിസർവേഷൻ അതൊരു ഫങ്ഷനാണ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫ്രഷ്നെസ്സും ക്വാളിറ്റിയും പ്രിസർവ് ചെയ്യുക.
പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ, അതൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഐഡൻറ്റിഫിക്കേഷൻ ഒരു ഫംഗ്ഷനാണ്. എന്താണെന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കിത് രണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാക്കറ്റ് നോക്കിയാൽ അറിയാം അതിനകത്ത് എന്ത് കോമ്പൗണ്ടാണ് അടങ്ങിയിരിക്കുന്നത്. ആ കോമ്പൗണ്ടിൻ്റെ ന്യൂട്രീഷണൽ ലാബലിംഗ് നമ്മൾ പഠിച്ചില്ലേ, അതിനകത്ത് എന്തൊക്കെ ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷനും അതിൻ്റെ ബ്രാൻഡും എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ കൺവീനിയൻ്റ് ആണ് അല്ലെ, കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് ആയിരിക്കണം ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരു കൺവീനിയൻ്റ് ആയിരിക്കണം. നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ളതായിരിക്കണം. പിന്നെ ടാമ്പർ എവിഡൻസ്, അതായത് എന്തെങ്കിലും തരത്തിൽ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എവിഡൻ്റ് ആയിരിക്കും. പിന്നെന്താണ് ഒരു ഫംഗ്ഷൻ? സെക്യൂരിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ നിന്ന് ആർക്കും അതിൽ നിന്ന് കുറച്ച് മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, അല്ലെങ്കിൽ ഒരു 10 കിലോഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്ന് 1 kg മോഷ്ടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ സെക്യൂരിറ്റി അത് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ, നമുക്കറിയാം നമ്മുടെ പാക്കറ്റിൻ്റെ ഭംഗി കണ്ടിട്ടാണ് സാധാരണ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാറുള്ളത് അല്ലേ, നല്ല പാക്കറ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഷോക്കേസ് ദ പ്രൊഡക്റ്റ് അട്രാക്റ്റീവ്ലി. നമ്മുടെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ ആ പാക്കറ്റ് നല്ല ഭംഗിയുള്ള ഒരു പാക്കറ്റാണെങ്കിൽ നമ്മൾ അട്രാക്റ്റഡ് ആവില്ലേ. കുട്ടികൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കണ്ടാൽ അവർക്ക് അട്രാക്ഷൻ വരില്ലേ. അതൊക്കെയാണ് ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമുക്ക് പാക്കിംഗ് വേണം. പിന്നെ ഡിസ്പോസൽ ഒരു റിക്വയർമെൻറ്റിൽ വരാം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി പാക്കേജിങ്ങിൻ്റെ ക്രൈറ്റീരിയ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് പാക്കേജിങ്ങിൻ്റെ ക്രൈറ്റീരിയയിലും വരുന്നുള്ളത് കേട്ടോ. പിന്നെ കൺസ്യൂമർ പ്രിഫറൻസ് നോക്കണം, അതായത് കൺസ്യൂമറിൻ്റെ നീഡും ഏതിനകത്താണ് പാക്കേജിങ് ക്രൈറ്റീരിയനകത്ത് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് പ്രൊട്ടക്ഷൻ വരും ക്രൈറ്റീരിയനകത്തിട്ട്, ഇതൊക്കെ ഫംഗ്ഷൻസിലാണ് പോയെ. ഇനി ക്രൈറ്റീരിയയിലും ഈ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ പോവും, കോസ്റ്റ് പോവും, കൺവീനിയൻസ് പോവും, സേഫ്റ്റി, സസ്റ്റൈനബിലിറ്റി, എഫിഷ്യൻസ്, അതുപോലെ തന്നെ ബ്രാൻഡ് ഇമേജ്, പ്രൊഡക്റ്റ് കോമ്പാറ്റിബിലിറ്റി, ഇതൊക്കെ അതിനകത്ത് വരും. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലേറ്ററി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏത് തരത്തിലുള്ള പാക്കേജിങ് മെറ്റീരിയൽ എടുത്താലും അത് നമ്മുടെ ലോ ആയിട്ട് അല്ലെങ്കിൽ റെഗുലേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും ആയിട്ട് മീറ്റ് ചെയ്യുന്നുള്ള ടൈപ്പ് എന്തായിരിക്കണം? പാക്കേജിങ് മെറ്റീരിയൽ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ പാക്ക് ചെയ്യാറുണ്ട്, ടിന്നിൽ യൂസ് ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്, പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പാക്കിംഗ് ഉണ്ട്. എന്തായാലും അത് നമ്മുടെ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ പ്രിഫറൻസ് നമ്മൾ നോക്കണം. കൺസ്യൂമറിൻ്റെ നീഡിനും അവരുടെ പ്രിഫറൻസിനും അവരുടെ എക്സ്പെക്റ്റേഷൻസിനും അനുസരിച്ചിട്ടാണ് നമ്മളതിനെ പാക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മളൊരു സാധനം പാക്ക് ചെയ്യുമ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. സ്റ്റോർ ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോഴൊന്നും ഒരു ഡാമേജും വരാൻ പാടില്ല. അത്തരത്തിലുള്ള പാക്കിംഗ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് കേട്ടോ. പിന്നെ സ്കെയിലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 100 ഗ്രാം എന്ന് പറഞ്ഞു, 100 ഗ്രാമിലുള്ള പ്രൊഡക്റ്റ് ഇനിയും 10 ഗ്രാമിലുള്ള പ്രൊഡക്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള വോളിയത്തിലുള്ള വരുന്നുണ്ട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന വാരി ചെയ്യുന്നുള്ള പ്രൊഡക്ഷൻ വാരിയിങ് പ്രൊഡക്ഷൻ വോളിയംസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ഇന്നോവേഷൻ എന്താണ്? പുതിയ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്, ഡിസൈൻസ് യൂസ് ചെയ്തിട്ട്, ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ പാക്കേജിങ് പെർഫോമൻസ് ഇന്നോവേറ്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെ എൻഡ് ഓഫ് ലൈഫ് മാനേജ്മെൻറ്റ്, അതായത് ഡിസ്പോസൽ. ഇതൊക്കെയാണ് എന്താണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്ന് കൂടി നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കണം. ഇത്രയാണ് എന്തിൻ്റെ കേസിൽ പറയാനുള്ളത്? ക്രൈറ്റീരിയൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ഏകദേശം നമ്മൾ എന്താണ് ജസ്റ്റ് ഏകദേശം അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന് സയൻറ്റിഫിക് ടേമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് ക്ലാസിഫിക്കേഷൻ പാക്കേജിങ് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ഗ്ലാസ് യൂസ് ചെയ്ത് ചെയ്യും, ടിൻ യൂസ് ചെയ്ത് ചെയ്യും, വേറെ അലൂമിനിയം ഫോയിൽ വെച്ച് പാക്ക് ചെയ്യും, പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് പാക്ക് ചെയ്യും, പേപ്പർ യൂസ് ചെയ്ത് പാക്ക് ചെയ്യും, പിന്നെ കാർട്ടൺ അല്ലേ, നമ്മൾ കാർഡ്ബോർഡ്സ് യൂസ് ചെയ്തിട്ട് പാക്ക് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പാക്കേജിങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പാക്കേജിങ്ങിലോട്ട് പോകാം. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് പാക്കേജിങ് മെയിനായിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യും. ഇങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഈ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടെർഷ്യറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതാണ് ഫസ്റ്റ് പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുക എന്താണ്, ഒരു മിൽക്കിൻ്റെ പാക്കറ്റ്. അപ്പോൾ ആ മിൽക്കുമായിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ മിൽക്ക് ഇങ്ങനെ കാണാറുള്ളത് പ്ലാസ്റ്റിക് ഇതിനകത്തല്ലേ കാണാറുള്ളത്. ആ മിൽക്കുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കും വരുന്നുണ്ട്, ആ പാക്കേജിന് വരുന്നുണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ പ്രൈമറി പാക്കിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, യൂണിറ്റ് പാക്ക് എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട്സ് വിത്ത് ദ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലിനകത്ത് മിൽക്ക് പാക്ക് ചെയ്യാണ്, അപ്പോൾ എങ്ങനെയായാലും ആ പ്രൊഡക്റ്റും ആ പാക്കറ്റും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രൈമറി പാക്കേജിങ് എന്ന് പറയാം. എന്താണ് പ്രൈമറി പാക്കേജിങ് എന്ന് പറയാം. ഇനി ഇതുപോലുള്ള ഈ പ്രൈമറി പാക്കേജ് നമ്മളൊരു ബോക്സ് എടുക്കുകയാണ്, അതിനകത്ത് നമ്മൾ ഒരുപാട് മിൽക്ക്, ഇത് മിൽക്കാണ്, അങ്ങനെ നമ്മൾ ഒരുപാട് മിൽക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്, ഈ പ്രൈമറി പാക്കേജിങ്ങിനെ നമ്മൾ പാക്ക് ചെയ്തതാണ്.
അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? സെക്കൻഡറി പാക്കിംഗ് എന്ന് പറയും. സോ പ്രൈമറി പാക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്കും പാക്കറ്റുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നു, യൂണിറ്റ് പാക്കേജിങ് എന്ന് പറയുന്നു. സെക്കൻഡറിനകത്ത് ഈ പ്രൈമറി ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങൾ ബോക്സസിനകത്ത് അല്ലെങ്കിൽ ബാഗ്സിനകത്തൊക്കെ നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ അതെന്തായി? സെക്കൻഡറി പാക്കേജിങ് ആയി. സെക്കൻഡറി പാക്കേജിങ് ആയി. അതിന് നമുക്ക് ഇൻ്റർമീഡിയറ്റ് പാക്ക് എന്ന് കൂടി അറിയാം. ഇൻ്റർമീഡിയറ്റ് പാക്ക് എന്ന് കൂടി അറിയപ്പെടും. സോ ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് സെക്കൻഡറി. ഈ പ്രൈമറിൻ്റെ മറ്റൊരു പേരാണ് യൂണിറ്റ്, അല്ലെ ഓരോ സാധനങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഇൻ്റർമീഡിയറ്റ് എന്നറിയാം. ലാസ്റ്റാണ് ടെർഷ്യറി. ടെർഷ്യറി എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡറി പാക്ക് ചെയ്തതിന് വീണ്ടും നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാം. ഇതാണ് പ്രൊട്ടക്ട്സ് സെക്കൻഡറി പാക്കേജിങ്. സോ പ്രൈമറി പാക്കേജിങ്ങിനെ എന്താണ് പ്രൈമറി പാക്കേജിങ്ങിനെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളത് സെക്കൻഡറി, ആ സെക്കൻഡറി പാക്കേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് ടെർഷ്യറി. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നതാണ് ടെർഷ്യറി പാക്കേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വലിയ കാർഡ്ബോർഡ്സിനകത്തൊക്കെ ഷിപ്പിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇനി ബേസ്ഡ് ഓൺ മെറ്റീരിയൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, അതായത് നമ്മൾ ഏത് മെറ്റീരിയലാണ്, ഗ്ലാസ് പാക്കേജിങ് വരും, പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ പ്ലാസ്റ്റിക് പാക്കേജിങ് എന്ന് പറയും, പേപ്പർ ആൻഡ് കാർഡ്ബോർഡ് പാക്കേജിങ് ഉണ്ട്, മെറ്റൽ പാക്കേജിങ് അതായത് അലുമിനിയം ഫോയിൽ, ടിന്ന്, സ്റ്റീൽ ഇതൊക്കെ ചെയ്യില്ലേ, അത് മെറ്റൽ പാക്കേജിങ്, ബയോ പ്ലാസ്റ്റിക് അല്ല ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, ബയോ പ്ലാസ്റ്റിക് പാക്കേജിങ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പാക്കേജിങ് ഉണ്ട്. ഇതെന്താണ്? ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, പേപ്പർ, മെറ്റൽ, ബയോ പ്ലാസ്റ്റിക്, പിന്നെ കോമ്പോസിറ്റ് പാക്കേജിങ് കൂടി ഉണ്ട്. ഏതിൻ്റെ കേസിലാണ്? ബേസ്ഡ് ഓൺ മെറ്റീരിയൽ. ഇനി ബേസ്ഡ് ഓൺ പർപ്പസ് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്, അതിനും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ബേസ്ഡ് ഓൺ പർപ്പസിനകത്ത് വരുന്നതാണ് ഒന്ന് ഫുഡ് പാക്കേജിങ്, അല്ലെ, ഫുഡിന് പാക്കേജ്, അത് എന്ത് പർപ്പസാണ് ഫുഡിനെ പാക്ക് ചെയ്യുന്നത്, അപ്പോൾ ഫുഡ് പാക്കേജിങ്. ഫാർമസ്യൂട്ടിക്കൽ പാക്കേജിങ്, അല്ലെ, ഡ്രഗ്സ് ഒക്കെ ഫാർമസ്യൂട്ടിക്കൽ. കോസ്മെറ്റിക് പാക്കേജിങ്, ഇൻഡസ്ട്രിയൽ പാക്കേജിങ്, കോമ്പോസിറ്റ് പാക്കേജിങ്. അപ്പോൾ ബേസ്ഡ് ഓൺ പർപ്പസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഫുഡ്, ഫാർമസ്യൂട്ടിക്കൽ, കോസ്മെറ്റിക്, കോമ്പോസിറ്റ്. ഇനി ബേസ്ഡ് ഓൺ ഫങ്ഷൻ, ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജിങ്ങിൻ്റെ ഫങ്ഷൻ എന്താണ്, പ്രൊട്ടക്ഷൻ ആണോ എങ്കിൽ പ്രൊട്ടക്റ്റീവ് പാക്കേജിങ്, ഇനി പ്രിസർവേഷൻ ആണോ എങ്കിൽ പ്രിസർവേറ്റീവ് പാക്കേജിങ്, ഇനി കൺവീനിയൻസിന് വേണ്ടിയിട്ടാണോ കൺവീനിയൻറ്റ് പാക്കേജിങ്, പ്രൊമോഷണൽ പാക്കേജിങ്, സെക്യൂരിറ്റി പാക്കേജിങ്. സോ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ, എന്ത് ഫങ്ഷനാണ് അത് ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ, പ്രിസർവേഷൻ, കൺവീനിയൻസ്, പ്രൊമോഷണൽ, സെക്യൂരിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ പർപ്പസ്, എന്ത് പർപ്പസ് ആണ്, ഫുഡിനാണോ, ഫാർമസ്യൂട്ടിക്കൽ ആണോ, ഇൻഡസ്ട്രിയൽ ആണോ, കോസ്മെറ്റിക്സ് ആണോ, പിന്നെ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനിയുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇനി ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ബയോഡിഗ്രേഡബിൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി, അതായത് റീസൈക്ലബിൾ ആണോ, ബയോഡിഗ്രേഡബിൾ പാക്കേജിങ്, റീയൂസബിൾ പാക്കേജിങ്, ഇനി കമ്പോസ്റ്റബിൾ പാക്കേജിങ്, പിന്നെ മിനിമൽ പാക്കേജിങ്. ഇതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ്? സസ്റ്റൈനബിലിറ്റീൻ്റെ ബേസിസിലാണ്, ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ റീസൈക്ലബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് ഉണ്ട്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് ഉണ്ട്, റീയൂസബിൾ പാക്കേജിംഗ് ഉണ്ട്, കമ്പോസ്റ്റബിൾ പാക്കേജിംഗ് ഉണ്ട്, മിനിമൽ പാക്കേജിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് കാറ്റഗറിയാണ്. ഇനി നോക്കിയേ, ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ടൈപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്നുള്ള പ്രൊഡക്റ്റ് ഏത് ടൈപ്പാണ്, ലിക്വിഡ് പാക്കേജിംഗ് ഉണ്ട്, സോളിഡ് പാക്കേജിംഗ് ഉണ്ട്, പൗഡർ പാക്കേജിംഗ് ഉണ്ട്, ഗ്യാസ് പാക്കേജിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ബേസിസിലാണ്? പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ബേസിസിൽ, ഇവിടെ ബേസ്ഡ് ഓൺ പർപ്പസ്, ഇവിടെ ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി, ഇവിടെ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ടൈപ്പ്, ലിക്വിഡ് പാക്കേജിംഗ്, സോളിഡ് പാക്കേജിംഗ്, പൗഡർ പാക്കേജിംഗ്, ഗ്യാസ് പാക്കേജിംഗ്. ഇവിടെയോ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ പാക്കേജിങ്ങിൻ്റെ കേസിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിജിഡ് പാക്കേജിങ് എന്താണെന്നാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് മനസ്സിലായല്ലോ, അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകണേ. അപ്പോൾ റിജിഡ് പാക്കേജിംഗ് എന്ന് വെച്ചാൽ എന്താണ്? റിജിഡ് പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ടിന്നിൻ്റെ ക്യാനിലൊക്കെ നമ്മൾ പാക്ക് ചെയ്യണം, ടിന്നിൻ്റെ ക്യാൻസിൽ. അപ്പോൾ അവിടെ എന്താണ്, ആ പാക്കേജിങ് മെറ്റീരിയൽ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഫോം, അല്ലേ, അതിപ്പോൾ നമ്മൾ ഈ ടിൻ ക്യാൻസ് ഫിൽഡ് ആണെങ്കിലും എം ടി ആണെങ്കിലും ആ പാക്കേജിങ് മെറ്റീരിയൽ അതിൻ്റെ ഷേപ്പും ഫോമും എന്താണ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ റിജിഡ് പാക്കേജിങ് എന്ന് പറയാം. എന്താണ് റിജിഡ് പാക്കേജിങ്? റെഫേഴ്സ് ടു പാക്കേജിങ് മെറ്റീരിയൽസ് ദാറ്റ് മെയിൻറ്റെയിൻ ദർ ഷേപ്പ് ആൻഡ് ഫോം ഈവൻ വെൻ എം ടി ഓർ ഫിൽഡ്. അത് എം ടി ആയിരിക്കുമ്പോഴായാലും ഫിൽഡ് ആയിരിക്കുമ്പോഴായാലും അതിൻ്റെ ഷേപ്പ് ഫോമും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിജിഡ് പാക്കേജിങ് എന്ന് പറയാം. എക്സാമ്പിളാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഇല്ലേ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമ്മൾ കാണാറില്ലേ,
നല്ല അതുപോലെ തന്നെ നിൽക്കും അതല്ലേ. പിന്നെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് കാണാറില്ലേ, അതുപോലെ തന്നെ മെറ്റൽ കണ്ടെയ്നേഴ്സ്, ക്യാൻസ്, ടിൻസ്, പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടബ്ബെല്ലാം പോലുള്ള സാധനങ്ങളില്ലേ, അതൊക്കെ അതിൻ്റെ ഷേപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ വുഡൺ ആയിട്ടുള്ള ബോക്സസ് ഉണ്ട്, അതും ആ ഷേപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പേപ്പർ ബോർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സസ് അല്ലേ, കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ അത് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അലൂമിനിയം ആൻഡ് സ്റ്റീൽ ട്യൂബ്സ്, ഇതൊക്കെ എന്താണ് റിജിഡ് ആയിട്ടുള്ള പാക്കേജിങ്ങിന് എക്സാമ്പിളാണ്. റിജിഡ് ആയിട്ടുള്ള പാക്കേജിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒന്ന് നമ്മൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ആ ഫോമും അതെപ്പോഴും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യും. അതിപ്പോൾ എം ടി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഷേപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഇനി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല എക്സലൻറ്റ് പ്രൊട്ടക്ഷനാണ്, നമ്മുടെ പ്രൊഡക്ട്സിന് എക്സലൻറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ. പിന്നെ റിജിഡ് പാക്കേജിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയാം, ഡ്യൂറബിലിറ്റി പറയാം. അതായത് ഇപ്പോൾ റഫായിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണെങ്കിലും റഫായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സൊക്കെ ആണെങ്കിലും അവിടെ എന്താണ് ഡ്യൂറബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ ഫോമിലും അതിൻ്റെ പ്രൊട്ടക്ഷനിലും ഒരു മാറ്റവും വരുന്നില്ല. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് റീയൂസ് ചെയ്യാം അല്ലേ, റീയൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിജിഡ് പാക്കേജിങ്. ഇനി അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിലോ, പ്രൊഡക്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ആലോചിച്ചാൽ മതി, റിജിഡ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പ്രൊട്ടക്ഷൻ ഉണ്ടാകുമ്പോൾ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റിയാണ്, കൺവീനിയൻസ് കൂടിയാണ്. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കുറച്ച് ഹൈലി കോസ്റ്റ് ആണ് അല്ലേ. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്താണ് പൗച്ചസിലൊക്കെ മിൽക്കൊക്കെ കൊടുക്കുന്ന പോലെ അതിൽ പാക്കറ്റ് ആണെങ്കിൽ അത്ര വലിയ കോസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ യൂസേജ് അവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ്, ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽസ് അല്ലെങ്കിൽ ടിൻ ക്യാൻസ് ഒക്കെ എടുക്കുമ്പോൾ വെയിറ്റ് കൂടുതലല്ലേ. നമ്മൾ സാധാരണ മിൽക്ക് ഒരു ബോട്ടിലിനകത്ത് എടുക്കുന്നതും മിൽക്ക് ഇങ്ങനത്തെ ഒരു പൗച്ചിനകത്ത് എടുക്കുന്നതും, നമ്മൾ മിൽമേൻ്റെ ഒക്കെ പാക്കറ്റില്ലേ, അതൊക്കെ എടുത്ത് നോക്കിയാൽ ഏതാ വെയിറ്റ് കൂടുതലായിട്ട് വരുന്നത്, നമ്മുടെ ഈ മിൽമേൻ്റെ പാക്കറ്റിൽ കിട്ടുന്നത് എളുപ്പത്തിൽ നമുക്ക് കൊണ്ടു നടക്കാം അല്ലേ. അപ്പോൾ അവിടെ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ്, ഇതുപോലത്തെ പാക്കറ്റ് നമുക്ക് ഒരു 10 എണ്ണം ഒരുമിച്ച് വെക്കാം. പക്ഷേ ഇതുപോലത്തെ ആകുമ്പോൾ നമുക്ക് 10 എണ്ണം ഒന്നും വെക്കാൻ പറ്റില്ല. ഓക്കെ, ചെറിയൊരു കുഞ്ഞ് സ്പേസിൽ കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ നമ്മളിത് എവിടെയൊക്കെയാണ് ഈ റിജിഡ് പാക്കിങ് ഉപയോഗിക്കുന്നത്, ഫുഡിൽ ഉപയോഗിക്കാറുണ്ട്, ബിവറേജസിൽ ഉപയോഗിക്കാറുണ്ട്, ഫാർമസ്യൂട്ടിക്കൽസിൽ, കോസ്മെറ്റിക്സ്, ഇൻഡസ്ട്രിയിൽ, ഇവിടെയൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതാണ് റിജിഡ് പാക്കേജിങ്. നെക്സ്റ്റ് എന്തിനെക്കുറിച്ചാണ്, സെമി റിജിഡ്. എന്താണ് സെമി റിജിഡ്? ഇവിടെ എന്ന് പറയുമ്പോൾ റിജിഡ് പാക്കേജിങ് മനസ്സിലായല്ലോ, ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ പാക്കേജിങ് മെറ്റീരിയൽ ദാറ്റ് ഹാവ് സം ഫ്ലെക്സിബിലിറ്റി. സെമി റിജിഡ് ആണ്, റിജിഡ് അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു റിജിഡാണ്. പക്ഷെ അത് അതിൻ്റെ ഷേപ്പും ഫോമും അവിടെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യും, ഷേപ്പും ഫോമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വരാറുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ വാട്ടർ ബോട്ടിൽസൊക്കെ ഇല്ലേ, നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന ട്യൂബ്സ്, അതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. പേപ്പർ ബോർഡ്, കാർഡ്ബോർഡ്സ്, അങ്ങനെയുള്ള സെമി റിജിഡ് ആയിട്ടുള്ള ഫോംസ്. ഓക്കെ, അതായത് ഷേപ്പും ഫോമും മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ ഫ്ലെക്സിബിളാണ്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ സെമി റിജിഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ, ബ്രേക്ക് ചെയ്യാണ്ട് നമുക്കതിനെ ബെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആണ്. വിത്തൗട്ട് ബ്രേക്കിംഗ് നമുക്കതിനെ എന്താണ് കുറച്ച് ബെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. പിന്നെ ഷേപ്പ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റിജിഡ് പോലെ അത്രത്തോളം വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലാസ്റ്റിക് ട്രേ പോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കൺവീനിയൻറ്റും ആണ് അല്ലെ, സ്റ്റോർ ചെയ്യാനും ഈസിയാണ്. അതൊക്കെയാണ് അതിൻ്റെ ഗുണമായിട്ട് വരുന്നത്. ഓക്കെ, ഈസി ടു സ്റ്റോർ, ട്രാൻസ്പോർട്ടൊക്കെ. പക്ഷേ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ റിജിഡ് പാക്കേജിങ്ങിനെ കുറിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രൊട്ടക്ഷൻ ലെസ് ആണ് അല്ലേ. റിജിഡ് പാക്കേജിങ് ആണെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ടായിരുന്നു, ഇവിടെ കുറച്ച് പ്രൊട്ടക്ഷൻ കുറവാണ്. പിന്നെ ഹെവി പ്രൊഡക്ട്സിനൊന്നും നമുക്ക് ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ, അത് ഫ്ലെക്സിബിളൊക്കെ ആയതുകൊണ്ട് ഹെവി പ്രൊഡക്ട്സിനൊന്നും നമുക്ക് അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. റിജിഡിനകത്ത് ഹെവി പ്രൊഡക്ട്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡീഫോർമേഷന് സാധ്യതകളുണ്ട്. പിന്നെ ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടി നമുക്ക് കൊടുക്കേണ്ടി വരും. ഇത് അത്രയ്ക്ക് റിജിഡ് അല്ലാത്തതുകൊണ്ട് ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടി കൊടുത്തിട്ട് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ യോഗേർട്ട് അതുപോലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുള്ളത് ഈ സെമി റിജിഡ് ആയിട്ടുള്ള പാക്കേജിങ്ങിനകത്താണ് യോഗേർട്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ യൂസ് ചെയ്യാറുണ്ട്, കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യാറുണ്ട്, ഇവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റിജിഡ് മനസ്സിലായി, സെമി റിജിഡ് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ഏതായിരിക്കും, ഫ്ലെക്സിബിൾ പാക്കേജിങ് എന്ന് പറയുമ്പോൾ സെമി റിജിഡിനേക്കാളും മൊത്തത്തിൽ നമ്മുടെ പാക്കേജിങ് ഫ്ലെക്സിബിൾ ആണ്. അവിടെ എന്താണ് ഈസി ആയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനെ ബെൻഡ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഡീഫോം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ കേസിൽ സെമി റിജിഡിൻ്റെ കേസിൽ അവിടെ അവർ ഷേപ്പ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഷേപ്പൊന്നും റീറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാനും
ഫ്ലെക്സിബിൾ പാക്കേജിങ്. ഓക്കെ, ഈസി ആയിട്ട് അതിന് ബെൻഡ് ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട്. ലോസ് ദെയർ ഷേപ്പ്. ഓക്കെ, നേരത്തെ രണ്ടിലും ഷേപ്പ് അവർ നിലനിർത്തിയിരുന്നു, ഇവിടെ അതൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബാഗ് പറയാം. പ്ലാസ്റ്റിക് ബാഗ്, സിപ്പ് ലോക്ക് ബാഗ്സ് ഒക്കെ ഉണ്ടാകാറില്ലേ. പിന്നെ പ്ലാസ്റ്റിക് പൗച്ചസ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൗച്ചസ് പറയാം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേപ്പർ ബാഗ്, പേപ്പർ റാപ്സ്, അതുപോലുള്ളതൊക്കെ എന്തിന് എക്സാമ്പിൾ? അലൂമിനിയം ഫോയിൽ അല്ലെ. അലൂമിനിയം ഫോയിൽ ഒന്ന് ഓർത്തൊക്കെ, ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നില്ല. അതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം ഒരു ക്യാരക്ടറിസ്റ്റിക്. പിന്നെ എന്ത് പറയാം? ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ. പിന്നെ കൺവീനിയൻ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ സ്പേസും നമുക്ക് കുറച്ച് മതി. ഓക്കെ, കുറച്ച് സ്പേസ് മതി. കൺവീനിയൻ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സ്പേസ് സേവിങ് ആണ്, ഈസി ടു യൂസ് ആണ് അല്ലെ. യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരുപാട് തരത്തിലുള്ള അപ്ലിക്കേഷൻ അതിനുണ്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിജിഡ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രൊട്ടക്ഷൻ കുറവാണ് അല്ലേ. പ്രൊട്ടക്ഷൻ കുറവാണ്. പിന്നെ ഹെവി പ്രൊഡക്ട്സിന് നമുക്ക് ഇതിനകത്ത് പാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ പങ്ക്ചർ ഉണ്ടാവും. ഇപ്പോൾ അലൂമിനിയം ഫോയിലൊക്കെ പാക്ക് ചെയ്ത് തരുന്നു സാധനത്തിന് എന്തെങ്കിലും പെട്ടെന്ന് എവിടെന്നെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് ചെറിയൊരു തട്ടുമുട്ടും കിട്ടി അതിനെന്തുണ്ടാവും? പങ്ക്ചർ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു അഡീഷണൽ സപ്പോർട്ട് കൂടി ഇതിനാവശ്യമാണ് അല്ലേ. പാക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു കവറിൽ വന്നിട്ട് ഇട്ടിട്ടല്ലേ നമ്മൾ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടൊക്കെ ഇതിനാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പേപ്പർ ബാഗ് എന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ പറയും പേപ്പർ ബാഗ് നല്ലതാണെന്ന്. തുണിയൊക്കെ അല്ല, ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാനാണെങ്കിൽ, ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോവാണ്, അപ്പോൾ പേപ്പർ ബാഗ് എടുത്ത് പോയാൽ എന്താ സംഭവിക്കുക? അത് പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാക്കേജിങ്. ക്ലിയർ ആണ്? ബേസ്ഡ് ഓൺ ടൈപ്പ്, ബേസ്ഡ് ഓൺ പ്രോസസ്സ്, ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല തരത്തിലുള്ള പാക്കേജിങ് പഠിച്ചു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാനുള്ളത് മെറ്റീരിയൽസ്. എന്താണ് മെറ്റീരിയൽസ്? ഇതിനുവേണ്ടി നമ്മൾ പറഞ്ഞു ഗ്ലാസ് യൂസ് ചെയ്യും, പേപ്പർ യൂസ് ചെയ്യും, ടിൻ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പാക്കേജിങ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ് തന്നെയാണ് നമ്മുടെ സിലബസിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം? ആ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പേപ്പർ എടുക്കാം. പേപ്പർ നമുക്കറിയാം ഒരുപാട് തരത്തിൽ അതിനെ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിൻ്റെ വെർസറ്റൈലിറ്റി അല്ലെ, പല ഫോമിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെർസറ്റൈലിറ്റി കാരണം നമ്മൾ ഈ പേപ്പറിനെ ഒരുപാട് പാക്കേജിങ് ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ കാരണം, സസ്റ്റൈനബിലിറ്റി അല്ലെ, നമുക്കത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാധനമാണ്. അതൊക്കെ കൊണ്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ക്രാഫ്റ്റ് പേപ്പർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ്? സാധാരണയായിട്ട് നമ്മൾ ബാഗ് ഉണ്ടാക്കാനും റാപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? കോട്ടഡ് പേപ്പർ ഉണ്ട്. കോട്ടഡ് പേപ്പർ ഇവിടെ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മുടെ കാർട്ടൺസ് ഉണ്ടാക്കാനും കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടഡ് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോയ്സ്ചർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് കോട്ടഡ് പേപ്പറിനകത്ത്. അപ്പോൾ ക്രാഫ്റ്റ് പേപ്പർ സാധാരണ പേപ്പർ ബാഗൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. കോട്ടഡ് പേപ്പർ എന്ന് പറയുമ്പോൾ മോയ്സ്ചർ റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീസ് പ്രൂഫ് ആയിട്ടുള്ള പേപ്പർ ഉണ്ട്. എന്താണ്? ഗ്രീസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ കോട്ടഡ് എന്ന് പറയുമ്പോൾ മോയ്സ്ചർ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഗ്രീസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ഗ്രീസും ഓയിലും ആ പേപ്പറിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോവില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് ഫാസ്റ്റ് ഫുഡ് പാക്കേജിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. കാരണം ഗ്രീസും ഓയിലൊന്നും അതിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് പോവില്ല. അത്തരത്തിലുള്ള പേപ്പർ ഉണ്ട്. പിന്നെ വാക്സ്ഡ് ആയിട്ടുള്ള പേപ്പർ ഉണ്ട്. വാക്സ്ഡ് പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെയും എന്താണ് മോയ്സ്ചർ ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വേരിയസ് ഫുഡ് ഐറ്റംസിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ക്രാഫ്റ്റ് പേപ്പർ, കോട്ടഡ് പേപ്പർ, ഗ്രീസ് കോട്ടഡ് പേപ്പർ, അതുപോലെ തന്നെ വാക്സ്ഡ് പേപ്പർ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലാണ് എന്തുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പേപ്പേഴ്സിന് നമുക്ക് പാക്കേജിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ബയോഡീഗ്രേഡബിൾ ആണ് അല്ലേ. ഇപ്പോൾ പ്ലാസ്റ്റിക് പോലെയൊന്നുമല്ല, നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അവിടെ കുറക്കാൻ പറ്റുന്നുണ്ട്. ബയോഡീഗ്രേഡബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം അല്ലേ, റീസൈക്ലബിൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐറ്റമാണ് ഈ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ബ്രീത്തബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പേപ്പറിനകത്ത് പാക്ക് ചെയ്താൽ അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഫ്രഷ്നെസ് അവിടെ നിലനിർത്തും. ഓക്കെ, ഗ്യാസ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. ബ്രീത്തബിലിറ്റി എന്ന് പറയും. ബ്രീത്തബിലിറ്റി എന്ന് നമുക്ക് പറയാം. പിന്നെ എന്തുണ്ട്? പ്രിൻ്റബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് ആ പേപ്പറിന് പുറത്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് പലതരത്തിലുള്ള സാധനങ്ങൾ എഴുതാനുണ്ടെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കാം. അപ്പോൾ പ്രിൻ്റബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഒന്ന് നമുക്കറിയാം, മോയ്സ്ചർ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കാണ് അല്ലേ. അപ്പോൾ മോയ്സ്ചർ സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ഷാർപ്പ് പ്രൊഡക്ട്സിനെ ഒന്നും ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, ഡ്യൂറബിലിറ്റിയും കുറവാണ്.
ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. പേപ്പർ എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റ് പേപ്പർ ഉണ്ട്, കോട്ടഡ് പേപ്പർ ഉണ്ട്, ഗ്രീസ് പ്രൂഫ് പേപ്പർ ഉണ്ട്, വാക്സ്ഡ് പേപ്പർ ഉണ്ട്. അതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ബയോഡിഗ്രേഡബിൾ ആണ്, റീസൈക്ലബിൾ ആണ്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, ബ്രീത്തബിലിറ്റി ഉണ്ട്, പ്രിൻറ്റബിലിറ്റി ഉണ്ട്. പിന്നെ മോയ്സ്ചർ സെൻസിറ്റിവിറ്റി ആണ്, ഡ്യൂറബിലിറ്റി ആണ്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അല്ലേ. ഷാർപ്പ് ഒബ്ജക്ട്സോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇനി അടുത്തതാണ് ഗ്ലാസ്. പേപ്പർ പോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു എസ്തെറ്റിക് അപ്പീലും എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്, പ്രൊട്ടക്റ്റീവ് ക്വാളിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഗ്ലാസ്. ഒന്ന് നമുക്ക് പറയാം, നല്ല ബാരിയർ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പേപ്പറിൻ്റെ കേസിൽ ഗ്യാസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഓക്സിജനെയും കടത്തി വിടില്ല, മോയ്സ്ചറിനെയും കടത്തി വിടില്ല, ലൈറ്റിനെയും കടത്തി വിടില്ല, ഒന്നിനെയും കടത്തി വിടില്ല. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ നല്ലൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഈ ഗ്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് സാധനം അതിനകത്ത് സ്റ്റോർ ചെയ്താലും ഈ ഗ്ലാസ് ഒരിക്കലും നമ്മുടെ ഫുഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അത്രയ്ക്ക് സ്റ്റേബിളാണ്. ഒരു തരത്തിലുള്ള ടോക്സിക്കും നമ്മുടെ ഫുഡിനകത്തേക്ക് ഇത് കൊടുക്കില്ല. അതുകൊണ്ട് നമുക്കറിയാം കെമിക്കലി സ്റ്റേബിൾ ആണെന്ന് പറയാം. പിന്നെ റീസൈക്ലബിൾ ആണ് അല്ലേ. നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണെന്ന് പറയാം. പിന്നെ ഒരു എസ്തെറ്റിക് അപ്പീൽ ഉണ്ട്. അതായത് അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും സാധനം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവാണ് അല്ലേ. ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് ആണ് അതിന് വരുന്നത്. പിന്നെ പേപ്പർ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് വിസിബിൾ ആണ് അകത്തേക്ക് എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ അത് നമുക്ക് പറയാം. പിന്നെ സേഫാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഗ്ലാസിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട് അല്ലേ. ഒന്ന് ഫുഡ് ബോട്ടിൽസ് ഉണ്ട്. ഫുഡ് ബോട്ടിൽസ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സോസ്, ഓയിൽ, ഇതൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, ഫുഡ് ബോട്ടിലായിട്ട്. പിന്നെ ബിവറേജ് ബോട്ടിലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ജ്യൂസ് ബോട്ടിൽസ് ആണ് കേട്ടോ. 2 തരത്തിലുള്ള ബോട്ടിൽസ് ഉണ്ട്. ഒന്ന് ബോട്ടിൽസ് നമുക്കറിയാലോ, അതിനകത്ത് തന്നെ ഫുഡിൻ്റെ ബോട്ടിൽസ് ഉണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് ഐറ്റംസ്, ബിവറേജസ് ഐറ്റംസ്, അതായത് ജ്യൂസ്, സോഡ, ആൽക്കഹോളിക് ബിവറേജസ്, ഇതൊക്കെ പല തരത്തിലുള്ള സൈസിലും ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെയാണ് ഗ്ലാസ് ജാർസ് അവൈലബിൾ ആയിട്ടില്ലേ. അതായത് ഇപ്പോൾ ജാമ്, ജെല്ലി, പിക്കിള്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന ജാർസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, നല്ല വൈഡ് മൗത്തായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇപ്പോൾ ഓയിലിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ മൗത്തായിരിക്കും. ഇവിടെ നമ്മുടെ അച്ചാറ്, ജാമ്, അതൊക്കെ ആണെങ്കിൽ വൈഡ് മൗത്തുള്ള ബോട്ടിൽസ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് പെട്ടെന്ന് എടുക്കാനൊക്കെ സാധിക്കുന്നുള്ള ടൈപ്പ് ഇതാണ്. പിന്നെ കണ്ടെയ്നേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ബോട്ടിൽസായി ജാർസായി അടുത്തത് കണ്ടെയ്നേഴ്സ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചില്ലി പൗഡർ അല്ലെങ്കിൽ നമ്മുടെ കൊറിയാണ്ടർ, അതുപോലുള്ള ഓരോ സാധനങ്ങളും, പെപ്പർ, അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽസ് യൂസ് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടെയ്നേഴ്സ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ്. ഒന്നെന്ന് പറഞ്ഞാൽ വെയിറ്റ്, നല്ല വെയിറ്റുള്ള സാധനമാണ്, ക്യാരി ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റ്, കുറച്ച് വില കൂടുതലാണ്. ഇപ്പോൾ പേപ്പറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ്, പ്ലാസ്റ്റിക് ഇത്ര വിലയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വീടുകളിൽ തന്നെ ഒരു 5 ബോട്ടിൽ നമുക്കിത് വാങ്ങിക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു 20 ബോട്ടിൽ കിട്ടും. അത്രയ്ക്ക് കോസ്റ്റാണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി കുറവാണ് അല്ലേ. ഭയങ്കര റിജിഡാണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. പിന്നെ കാൺ ബി ഈസിലി ഷേപ്ഡ് ഫോർ സർട്ടൈൻ ആപ്ലിക്കേഷൻസ്. പിന്നെ ഒന്ന് ഫ്രജൈൽ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അതാണ് ഗ്ലാസിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് പറയുന്നുള്ളത്. ഓക്കെ, ബാക്കി എല്ലാം കൊണ്ട് നല്ലതാണെങ്കിലും ഈ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഇതിന് വരുന്നുണ്ട്. ഇനി അടുത്തൊരു മെറ്റീരിയലാണ് ടിന്ന് അല്ലേ. ഫുഡ് പാക്കേജിങ്ങിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഒരു സാധനമാണ് ടിൻ പ്ലേറ്റിൻ്റെ ഫോമിലാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതായത് സ്റ്റീൽ കോട്ടഡ് വിത്ത് ടിൻ. ഓക്കെ, സ്റ്റീൽ കോട്ടഡ് വിത്ത് ടിൻ, അങ്ങനെയാണ് നമ്മളതിന് യൂസ് ചെയ്യുക. വെറും ടിന്നല്ല, സ്റ്റീൽ കോട്ടഡ് വിത്ത് ടിന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒന്ന് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ ടിൻ എന്ന് പറയുന്നത്. കൊറോഷനൊന്നും വരില്ല ആ ബോട്ടിലിനകത്ത്. പിന്നെ ബാരിയറായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഓക്സിജനെയോ ഒന്നിനെയും കടത്തി വിടില്ല, നമ്മൾ ഗ്ലാസ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ റീസൈക്ലബിൾ ആണ്. പിന്നെ സേഫ് ആണ്. അതിനകത്തുള്ള ഒരു ടോക്സിക്, നമ്മൾ ഗ്ലാസ്സിൽ പറഞ്ഞില്ലേ എന്ത് സ്റ്റോർ ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. പിന്നെ പ്രിൻ്റബിൾ കൂടിയാണ്. ഗ്ലാസിൻ്റെ മേലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇവിടെ പ്രിൻ്റബിൾ കൂടിയാണ്. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറയുന്നതാണ് അലൂമിനിയം ഫോയിൽ. ഈ അലൂമിനിയം ഫോയിൽ അല്ല കേട്ടോ, അലൂമിനിയം വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ ലൈറ്റ് വെയിറ്റ്, അലൂമിനിയം നമുക്കറിയാം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ബാരിയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്.
ഇതൊക്കെ കൊണ്ട് ഇതിനെ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഈ ബാരിയർ എന്ന് പറയുമ്പോൾ മോയ്സ്ചറിനെ ആയാലും എയറിനെ ആയാലും ലൈറ്റിനെയൊക്കെ ആയാലും ഇത് കടത്തി വിടില്ല. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ ഫ്രഷ്നെസ്സും ക്വാളിറ്റി അവിടെ നിലനിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ റീസൈക്ലബിൾ ആണ്. ഓക്കെ, റീസൈക്ലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ അലൂമിനിയത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു അലൂമിനിയം ഫോയിൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലാമിനേറ്റഡ് മെറ്റീരിയലായിട്ട് കിട്ടും. അലൂമിനിയം ക്യാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ വെർസറ്റൈലിറ്റി കൊണ്ട് നമുക്കതിനെ പലതരത്തിലുള്ള യൂസസിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞ എസ്തെറ്റിക് അപ്പിയർ, അതിനകത്ത് മേലെ നമുക്ക് പ്രിൻ്റബിൾ ആണ്. ഈ അലൂമിനിയം നമുക്ക് പ്രിൻ്റബിൾ ആണ്. ഒരു മോഡേൺ ലുക്കിലൊക്കെ നമുക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് കൂടിയാണ്. അലൂമിനിയം എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻ്റ് കൂടിയാണ്. അതൊക്കെയാണ് അലൂമിനിയത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഒരു TFS എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോൾ ടിന്ന് നമ്മൾ പഠിച്ചു. ടിന്ന് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ടിൻ കോട്ടഡ് വിത്ത് സ്റ്റീൽ, അല്ലെ സ്റ്റീൽ കോട്ടഡ് വിത്ത് ടിൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു സാധനമാണ് TFS. ഇവിടെ പറഞ്ഞാൽ ടിൻ ഫ്രീ സ്റ്റീൽ, അതായത് ടിൻ ഇല്ലാത്ത സ്റ്റീൽ, അല്ലേ? ടിൻ ഫ്രീ സ്റ്റീൽ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് നമ്മൾ ഫുഡ് പാക്കേജിങ്ങിനൊക്കെ വേണ്ടി സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു തിൻ ലെയർ, അതായത് ടിന്നിന് പകരം നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതും കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, റീസൈക്ലബിൾ ആണ്, അതുപോലെ തന്നെ പ്രിൻ്റബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണമായിട്ട് വരുന്നത്. പിന്നെ സേഫും കൂടിയാണ്. പിന്നൊന്ന് പോളിമർ കോട്ടഡ് ടിൻ ഫ്രീ സ്റ്റീൽ ക്യാൻ. എന്താണ് പോളിമർ? ഒന്ന് ടിൻ ഫ്രീ സ്റ്റീൽ ക്യാൻ. ഇനി പോളിമർ കോട്ടഡ് ടിൻ ഫ്രീ സ്റ്റീൽ. ഓക്കെ, ടിൻ ഫ്രീ സ്റ്റീൽ. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിമർ കോട്ടിങ്, നമ്മൾ ഈ ടിൻ ഫ്രീ സ്റ്റീലിന് ഒരു പോളിമർ കോട്ടിങ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ യൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ബെനിഫിറ്റ്സ് അവിടെ വരുന്നുണ്ട്. ഇതും കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, ഫുഡ് സേഫ്റ്റി അത് എൻഷുർ ചെയ്യുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്, റീസൈക്ലബിൾ ആണ്, പ്രിൻ്റബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു കോമ്പൗണ്ടാണ് സെല്ലോഫെയിൻ. കേട്ടിട്ടുണ്ടോ? സെല്ലോഫെയിൻ എന്ന് പറയുമ്പോൾ അതൊരു തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഫിലിമാണ്. എവിടെ നിന്നാണ്? നമ്മൾ റീജനറേറ്റഡ് സെല്ലുലോസിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സെല്ലുലോസ് ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, സെല്ലുലോസ് ഉണ്ടാക്കുന്നുള്ളത് റീജനറേറ്റഡ് സെല്ലുലോസിൽ നിന്നാണ് സെല്ലോഫെയിൻ ഉണ്ടാക്കുന്നുള്ളത്. ഒരു തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഫിലിമാണ്. ഓക്കെ, ട്രാൻസ്പെറൻറ്റ് ഫിലിമാണ്. ഇവർക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? മോയ്സ്ചർ റെസിസ്റ്റൻ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഫുഡ് പാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എന്താണ്? ബയോഡീഗ്രേഡബിൾ ആണ്. ഓക്കെ, ക്യാൻഡീസൊക്കെ റാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബേക്ക്ഡ് ഫുഡ്സിനൊക്കെ റാപ്പ് ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, സെല്ലോഫെയിൻ. ഇത് മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്, ബയോഡീഗ്രേഡബിൾ ആണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിലോട്ട് വരികയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട്. അതിനകത്തൊന്നാണ് LDPE. ഈ ഫുൾ ഫോം ഒക്കെ പഠിച്ചു നോക്കണം. ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ. എന്താണ് ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ? സാധാരണ നമ്മുടെ പാല് അതുപോലെ തന്നെ കേടൊക്കെ നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ മിൽമേൻ്റെ പാക്കറ്റ് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു പാക്കേജിങ്ങിനെയാണ് നമ്മൾ ആ പ്ലാസ്റ്റിക്കിനാണ് നമ്മൾ LDPE എന്ന് പറയാം. എന്താണ് LDPE എന്ന് പറയാം? സാധാരണ ഗ്രോസറി ബാഗ്, പ്ലാസ്റ്റിക് ബാഗ്സിലാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്, പ്ലാസ്റ്റിക് ബാഗ്സ്. പിന്നെ ഫുഡ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്, റാപ്പായിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ഫുഡിൻ്റെയൊക്കെ ലിഡ് ഇല്ലേ, നമ്മൾ പ്ലാസ്റ്റിക് ലിഡ്സ് കാണാറില്ലേ, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിലൊക്കെ ലിഡ്സ് കാണാറില്ലേ, അതുണ്ടാക്കിയിരിക്കുന്നതും ഈ LDPE കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ LDPE അതാണ് LDPE. എന്താണ്? ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ. അതിനെയാണ് നമ്മൾ LDPE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ പേര് നോക്കിക്കോ, HDPE. LDPE എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. എവിടെയാണ് ഞാൻ പറഞ്ഞത്? മെയിൻ എക്സാമ്പിളാണ് നമ്മുടെ മിൽമേൻ്റെയൊക്കെ പാൽ വരുന്നില്ല, ആ കവർ ബാഗ് റാപ്പായിട്ട് ഒക്കെ അത് യൂസ് ചെയ്യാറുണ്ട്. അതിന് അടുത്താണ് HDPE എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റിക്ക് പകരം ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. ഓക്കെ, അത് ഇവിടെ നമുക്ക് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്, റീസൈക്ലബിൾ ആണ്, അതുപോലെ തന്നെ കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവർ നമ്മൾ സാധാരണ ബോട്ടിൽസൊക്കെ ഇല്ലേ, നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന ബോട്ടിൽസ്, LDPEനേക്കാളും എന്താണ് റിജിഡാണിത്. ഇത് കുറച്ച് ഫ്ലെക്സിബിൾ അല്ലേ, കുറച്ചല്ല നല്ല ഫ്ലെക്സിബിളാണ്. ബോട്ടിൽസ് ആകുമ്പോൾ അവരെന്താണ് റിജിഡ് ആയിരിക്കും. അതായത് നമ്മുടെ മിൽക്ക് ജ്യൂസ് ബിവറേജസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള ബോട്ടിൽസ് HDPE കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ യോഗേർട്ടിൻ്റെ ടബ് അതുപോലെയുള്ള ടബ്സൊക്കെ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്.
പിന്നെ പ്ലാസ്റ്റിക് ബാഗ്സ് ചില റീയൂസബിൾ ആയിട്ടുള്ള ഷോപ്പിംഗ് ബാഗ്സ് നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ചില റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ഇത് വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ ആണല്ലോ, അതാണ് HDPE. ഇനി അടുത്ത ആൾ നോക്കിക്കോ, LLDPE. എന്താണ് LLDPE? ഇവിടെ നമുക്ക് പറയാം ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. എന്താണ് ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പാക്കേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതും ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ പങ്ക്ചർ ടിയറിനൊക്കെ റെസിസ്റ്റൻ്റ് ആണ്. ആരെ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്, നല്ല ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഇത് നമ്മൾ എന്താണ് പ്ലാസ്റ്റിക് ബാഗ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് പൗച്ചസ് ഫോർ സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില പൗച്ചസ്, അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡ്സിനൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പെരിഷബിൾ ഐറ്റംസിനൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ലീനിയർ ഡെൻസിറ്റി പോളിയെത്തിലീൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്താണ് HMHDPE. HDPE നമ്മൾ പറഞ്ഞല്ലോ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന് പറഞ്ഞു. അപ്പോൾ HM എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈ മോളിക്കുലാർ വെയ്റ്റ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. LLDP എന്തായിരുന്നു? ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. HMHDP എന്ന് പറയുമ്പോൾ ഹൈ മോളിക്കുലാർ വെയ്റ്റ്, HDPE എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇവരെയും നമ്മൾ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ് കേട്ടോ, ഒന്നും മാറിപ്പോരും, നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെയാണ് PP എന്ന് പറയുമ്പോൾ പോളിപ്രൊപ്പിലീൻ. എന്താണ് പോളിപ്രൊപ്പിലീൻ? ഇതും നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മൈക്രോവേവബിൾ ആയിട്ടുള്ള പാക്കേജിങ്ങിന് നമ്മൾ പോളിപ്രൊപ്പിലീൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാറുള്ളത്. PP പോളിപ്രൊപ്പിലീൻ. അടുത്തതാണ് പോളിസ്റ്റിറീൻ. കേട്ടിട്ടുണ്ടല്ലോ ഈ ടേം, പോളിസ്റ്റിറീൻ. ഓക്കെ, ഇതും ഫുഡ് പാക്കേജിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിസ്റ്റിറീൻ ആണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് നമ്മളതിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പോളിപ്രൊപ്പിലീൻ ആണ് PP. പോളിപ്രൊപ്പിലീൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ PP എന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ കേസിൽ എന്തോ ഒരു സാധനം പറഞ്ഞിരുന്നല്ലോ, എന്താണ് ആ കെമിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, പോളിസ്റ്റിറീൻ മൈക്രോവേവബിൾ ആണ്. PP എന്ന് പറഞ്ഞാൽ മൈക്രോവേവബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് പോളിസ്റ്റിറീൻ ആണ്. പിന്നെ പോളി അമൈഡ് ഉണ്ട്. എന്തുണ്ട്? പോളി അമൈഡ്. ഇതാണ് നമ്മൾ നൈലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നൈലോൺ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ പോളി അമൈഡാണ്. ഓക്കെ, പോളി അമൈഡിനെ നമ്മൾ നമ്മുടെ മൈക്രോവേവബിൾ പാക്കേജിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. പോളിസ്റ്റർ നമ്മൾ പറഞ്ഞു, പോളിസ്റ്റെറീൻ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ പോളിസ്റ്റെറീൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ PVC യൂസ് ചെയ്യാറുണ്ട്, പോളിവിനൈൽ ക്ലോറൈഡ്. ഇതാണ് പോളിവിനൈൽ ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് മെറ്റീരിയൽസിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് എന്താണ് പാക്കേജിങ് ടെക്നോളജീൻ്റെ കുറച്ച് മോഡേൺ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ അസെപ്റ്റിക് പാക്കേജിങ് എങ്ങനെ ചെയ്യും, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഫുഡ് ടെക്നോളജി നിർത്തിയിട്ടോ. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയണം, അത് ഞാൻ MCQ ഡിസ്കഷനിലൂടെ പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇനി MCQ ഡിസ്കഷനിലൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അധികം ആൾക്കാരും MCQs ആണ് കാണുന്നത്, വീഡിയോസ് കാണുന്നത് കുറവാണ്. അപ്പോൾ പിന്നെ എനിക്കും വെറുതെ എന്തിനാ സമയങ്ങളിൽ നമുക്ക് MCQ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഓരോ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, മൈക്രോബയോളജി മൊത്തത്തിൽ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് ടോപ്പിക്സൊക്കെ അതുപോലെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽസ് ക്ലിയർ ആണല്ലോ ഏതൊക്കെയാണെന്ന്. ആ ഫുൾ ഫോം ഓരോന്നിൻ്റെയും ഫുൾ ഫോം നമ്മൾ മറക്കാതെ പഠിക്കണേ. LDP എന്താണ്, HMDP എന്താണ്, PP പോളിപ്രൊപ്പിലീൻ, പോളിഅമൈഡ് എന്ന് വെച്ചാലാണ് നൈലോൺ ആയിട്ട് വന്നത്. പിന്നെ എന്താ പറഞ്ഞത് പോളിയസ്റ്റർ, പിന്നെ PVC എന്ന് വെച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ആയിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ഓരോരോ ടെക്നോളജിയാണ്. അതായത് ഇപ്പോൾ അസെപ്റ്റിക് ടെക്നോളജി, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പെട്ടെന്ന് എന്നാലും പറഞ്ഞുതരാം കേട്ടോ. അസെപ്റ്റിക് ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ പറയട്ടെ. അസെപ്റ്റിക് ടെക്നോളജി അല്ലെങ്കിൽ അസെപ്റ്റിക് പാക്കേജിങ്, നമ്മൾ അസെപ്റ്റിക് സ്റ്റെറിലൈസേഷൻ്റെ കേസിൽ അസെപ്റ്റിക് ടെക്നോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ എന്താണ് പാക്കേജിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഫുഡ് പാക്കേജിങ്ങിൻ്റെ സമയത്ത് മൊത്തത്തിൽ ഫുഡ് പാക്കേജ് ചെയ്യുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധിക്കണം, ഒരു സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ് ഇവിടെ
ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിലൂടെ നമ്മുടെ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, അതായത് ഫുഡിനെയും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്, പാക്ക് ചെയ്യുന്നുള്ള മെറ്റീരിയലിനെയും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെറിലൈസേഷൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫുഡിൻ്റെയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ, ഇപ്പോൾ നമ്മൾ പേപ്പർ ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഏതാണോ നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, അലുമിനിയം ഫോയിൽ ആണെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സെയിൽഡ് എൻവയോൺമെൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ആ സ്റ്റെറൈൽ ഫുഡിനെ നമ്മൾ പാക്കേജിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സീലിംഗ് ചെയ്യുന്നുണ്ട്. ആ സീൽ ചെയ്താൽ അതിനർത്ഥം എന്താണ്, അവിടെ കണ്ടാമിനേഷൻ പിന്നീട് നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഷെൽഫ് ലൈഫ് അവിടെ ഉദ്ദേശിക്കാം. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ റീടെൻഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അസെപ്റ്റിക് ഇതിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, പാക്കേജിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ ലിക്വിഡ് ഫുഡ്സിൽ നമുക്കത് യൂസ് ചെയ്യാം, റെഡി ടു ഈറ്റ് മീറ്റ്സിൽ യൂസ് ചെയ്യാം, ഇൻഫൻറ്റ് ഫുഡ്സിൽ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ സ്പൈസസ് ഇതിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന പാക്കേജിങ്, അസെപ്റ്റിക് പാക്കേജിങ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെ. നമ്മൾ ഓരോ സ്റ്റെപ്പും അസെപ്റ്റിക് കണ്ടീഷനിലാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഒരു പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യം വരുന്നില്ല. കൺവീനിയൻ്റ് ആണ്, ഫുഡ് വേസ്റ്റ് അവിടെ ഉണ്ടാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ കണ്ടാമിനേഷൻ എവിടെയും കോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തും നടക്കുന്നില്ല, എന്താണ് വേസ്റ്റ് നടക്കുന്നില്ല. അതാണ് ഒരു അസെപ്റ്റിക് ടെക്നോളജി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്തതാണ് ഫോം ഫിൽ സീൽ പാക്കേജിങ്. എന്താണ് ഫോം ഫിൽ സീൽ പാക്കേജിങ് എന്ന് പറയുന്നത്? ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കേജിങ്ങിന് നമ്മൾ എന്താണ്, ഒരു പാക്കേജിങ് മെത്തേഡാണ്. അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്കേജ് എടുക്കുന്നു, ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് അത് സീൽ ചെയ്യുന്നു. അതെല്ലാം എന്താണ്, ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷനിലാണ്. പാക്കറ്റ് എടുക്കുന്നു, ഫില്ല് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ അല്ലേ, പാക്കറ്റ് എടുക്കുന്നു, ഫില്ല് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. ഫോം ഫിൽ സീൽ. ഓക്കെ, ഫോം ചെയ്യുന്നു, പാക്കറ്റ് എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പാക്കറ്റ് ഫോം ചെയ്യുന്നു, അതിനെ ഫില്ല് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക്കൽ പ്രോസസ്സാണ്, ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. ഓക്കെ, സോ ഹൈ സ്പീഡ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് അവിടെ നമുക്ക് ലാഭിക്കാനും സാധിക്കും. മെഷീൻസാണ് ഇത് ചെയ്യുന്നത്, അല്ലെ. മെഷീൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് വെയിറ്റ് എത്രയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് അവിടെ സെറ്റാക്കി കൊടുക്കുമ്പോൾ അത് പോയിട്ട് അവിടെ സെറ്റായിക്കോളും. പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസിൽ നമുക്ക് യൂസ് ചെയ്യാം. ലിക്വിഡ് ആയാലും പൗഡേഴ്സ് ആയാലും സോളിഡ്സ് ആയാലും ഏതിനകത്ത് വേണം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് വേരിയസ് ഷേപ്പിൽ, അല്ലെ, വേരിയസ് ആയിട്ടുള്ള ഷേപ്പിലും വേരിയസ് വോളിയത്തിൽ വേരിയസ് സൈസസിലൊക്കെ നമുക്കിത് പാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫിലിംസ് ആണ്. പോളി എത്തിലീൻ കൊണ്ടും അതുപോലെ തന്നെ പോളി പ്രൊപ്പിലീൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷീറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഫിലിംസ് ആണ്. പ്ലാസ്റ്റിക്സ് ഫിലിംസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് പാക്ക് ചെയ്യുന്നത്. അതാണ് ഫോം ഫില്ല് സീൽ. അപ്പോൾ ഇരുന്ന് മനസ്സിലാക്കാം കേട്ടോ, ഫോം ഫില്ല് സീല്. അപ്പോൾ ഇവിടെ ഒരു റോള്, ആ ഫോമാണ് കേട്ടോ. ഫോം എന്ന് വെച്ചാൽ എന്താണ്, ആദ്യം നമ്മൾ ഈ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഒരു റോൾ ഉണ്ടാക്കും, നല്ലൊരു റോൾ ഉണ്ടാക്കും പാക്കിംഗ് മെറ്റീരിയലിൻ്റെ. ആ റോൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ നമ്മുടെ മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതാണ് പിന്നീട് ഒരു പൗച്ചായിട്ട് കണ്ടെയ്നറായിട്ട് വരുന്നത്. അതിലേക്കാണ് ഈ ഫില്ലിങ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു റോളിൽ നമ്മളിപ്പോൾ റോളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ റോൾ ഇങ്ങനെ തുറന്നു വരുന്നതിനനുസരിച്ചിട്ട് ആ പാക്കേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതിനകത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഏതാണോ ഫില്ല് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് അവിടെ ഫില്ല് ചെയ്യും. ലിക്വിഡ് ആവാം, സോളിഡ് ആവാം, ഏത് ഫുഡായാലും അവിടെ ലിക്വിഡ് ആവും. എന്നിട്ട് അത് അവിടെ സീൽ ചെയ്യും. ഓക്കെ, അത് ആ പർട്ടിക്കുലർ എമൗണ്ട് അതിനകത്ത് ഫില്ലാകുമ്പോൾ അത് അവിടെ സീൽ ചെയ്യും. എന്നിട്ട് അത് അവിടുന്ന് കട്ട് ചെയ്ത് വരും, പുതിയൊരു പാക്കറ്റ് ഇവിടുന്ന് വരും. ഓക്കെ, കട്ടിങ് ഫിനിഷ്ഡ് പാക്കേജസ് ക്യാൻ ബി കട്ട് ടു സൈസ് ആൻഡ് സെപ്പറേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അത് പാക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പോൾ എന്താണ് ലേസിൻ്റെ ഒക്കെ പാക്കേജ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണാറില്ലേ, അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. അത് ഇവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ കേസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എഡിബിൾ ആയിട്ടുള്ള ഫിലിംസ്. അപ്പോൾ ഇതാണ് ഫോം ഫിൽ സീൽ. ഓക്കെ, ഫോം ഫിൽ സീൽ എന്ന് പറയുന്നത്. അടുത്തത് എഡിബിൾ ആയിട്ടുള്ള എഡിബിൾ ഫിലിംസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ എഡിബിൾ ഫിലിംസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ, അതായത് നമ്മുടെ കസീൻ, ജെലാറ്റിൻ, സ്റ്റാർച്ച്, ആൽജിനേറ്റ് പോലുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്ത്, എഡിബിൾ ആയിട്ടുള്ള ഫിലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഫിലിം എന്ന് പറയുന്നത് എഡിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. അവരെന്താണ് നല്ലൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. പിന്നെ എന്താണ് ഫുഡ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കോട്ടിംഗ് ആയിരിക്കും, അതായത് നമ്മുടെ ചീസിനും ചീസിൻ്റെ ഒക്കെ കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചീസ് ഷീറ്റ്സിൻ്റെ മേലൊരു കവറിങ്, ഒരു പ്ലാസ്റ്റിക് തിൻ ഫിലിം, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഡിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫിലിം. ചീസ്, മീറ്റ്, അതുപോലെ തന്നെ ബേക്ക്ഡ് ഫുഡ്സിൻ്റെ ഒക്കെ പുറമെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി ആണ്, അല്ലേ. അതിന് നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ ആണ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. പിന്നെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ഫുഡിൻ്റെ സേഫ്റ്റി എൻഷുവർ ചെയ്യുന്നുണ്ട്. അതാണ് എഡിബിൾ ഫിലിംസിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് റീടോട്ട് പൗച്ചസ്.
റീടോട്ട് പൗച്ചസ്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ പാക്കേജിംഗ് ആണ് നടക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ എന്താണ് റെഫ്രിജറേഷനൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നമ്മൾ മറ്റേത് പറഞ്ഞിട്ടില്ലേ ടെട്രാ പാക്കേജിങ്, നമ്മുടെ ഏതാണ് UHT UHT മിൽക്ക് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വിത്തൗട്ട് റെഫ്രിജറേഷനിൽ നമ്മൾ ആ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പാക്കേജിംഗ് ആണ് നമ്മൾ എന്താ പറയുക റീടോർട്ട് പൗച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ടെട്രാ പാക്കേജിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ലെയർ മറ്റോ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ മൾട്ടി ലെയർ ആണ് വരുന്നുള്ളത്. മൾട്ടി ലെയർ എന്ന് പറയുമ്പോൾ പോളിസ്റ്റർ ഉണ്ടാവും, പോളി എത്തിലീൻ ഉണ്ടാവും, അലൂമിനിയം ഫോയിൽ ഉണ്ടാവും. ടെട്രാ പാക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പോളിയെത്തിലീൻ ഉണ്ടായിരുന്നു, പോളിയെത്തിലീൻ ഉണ്ടായിരുന്നു, അലൂമിനിയം ഫോയിൽ ഉണ്ടായിരുന്നു, പോളിയസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ലൈറ്റിനെ കടത്തി വിടില്ല, മോയ്സ്ചറിനെ കടത്തി വിടില്ല, ഓക്സിജനെ കടത്തി വിടില്ല, അങ്ങനെയാണത് പോകുന്നുള്ളത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പൗച്ചസ് ആയിരിക്കും. പിന്നെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേസ്റ്റ് നമുക്ക് ഇവിടെ റീസൈക്കിളബിൾ ആയതുകൊണ്ട് വേസ്റ്റിൻ്റെ അക്യുമുലേഷൻ നമുക്കിവിടെ കുറയുന്നുണ്ട്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റാണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത് സ്പെസിഫിക് ടെമ്പറേച്ചറിനകത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ലീച്ചിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പാക്കേജിങ് മെറ്റീരിയലിൽ നിന്ന് ചില സമയത്ത് ലീച്ചിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റീടോട്ട് പൗച്ചസ്. അപ്പോൾ എഡിബിൾ ഫിലിംസ്, റീടോട്ട് പൗച്ച്, അസെപ്റ്റിക് പാക്കേജിങ്, അതുപോലെ തന്നെ ഫോം, ഫില്ല്, സീല്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി ഒന്നാണ് ഈസി ഓപ്പൺ എൻഡ്. എന്താണ് ഈസി ഓപ്പൺ എൻഡ്? അത് പറഞ്ഞുതരാം. എന്താ നമ്മൾ പറഞ്ഞത് ഈസി ഓപ്പൺ എൻഡ് എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് സെപ്പറേറ്റ് ടൂൾസ് ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്കതിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ അലൂമിനിയം, സ്റ്റീല് അതുപോലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ അതിൻ്റെ പേര് സിസേഴ്സോ അല്ലെങ്കിൽ നൈസോ ഒന്നും യൂസ് ചെയ്തിട്ട് പാക്കറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ക്യാൻ ഓപ്പണേഴ്സോ അല്ലെങ്കിൽ സിസേഴ്സോ അതിൻ്റെ ഒന്നും യൂസ് ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈവൻ ചിൽഡ്രന് പോലും ഈസി ആയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഈസി ഓപ്പൺ എന്ന് പറയുന്നത്. പിന്നെ സേഫാണ്, റിസ്ക് കട്ടോ ഇഞ്ചുറിയോ ഒന്നും നമുക്ക് വരാനുള്ള സാധ്യതയില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും കുറച്ച് കുറവാണ്. സ്റ്റോറേജിൻ്റെ സമയത്തോ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തോ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈസി ഓപ്പൺ, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ബോയിൽ ഇൻ ബാഗ്സ്. എന്താണ് ബോയിൽ ഇൻ ബാഗ്സ്? അതായത് നമ്മൾ സീൽഡ് ആയിട്ടുള്ള ബാഗ് കിട്ടും. അത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്താൽ മതി. സീൽഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബാഗ്സ് അല്ലെങ്കിൽ വലിയ വലിയ ബാഗ്സ് ആയിരിക്കും കിട്ടാറുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള പോളി എത്തിലീൻ അതുപോലെ തന്നെ പോളിപ്രൊപ്പിലീൻ ബാഗ്സ് ആയിരിക്കും അത്. ഓക്കെ, ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള പോളി എത്തിലീൻ അതുപോലെ തന്നെ പോളിപ്രൊപ്പിലീൻ വെച്ചിട്ടുള്ള ബാഗാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ജസ്റ്റ് ആ വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്താൽ മതി. കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ അധികം നമുക്ക് എന്താണ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കവിടെ ഫുഡ് റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ് ബോയിൽ ഇൻ ബാഗ്സ് എന്ന് പറയുന്നത്. ബോയിൽ ഇൻ ബാഗ്സ്. പിന്നെ നമുക്ക് വരുന്നുള്ളതാണ് ടെട്രാ പാക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ക്ലോഷർ വരുന്നുണ്ട്. അതായത് സാധാരണ എന്താണ് ക്ലോഷർ പാക്ക്, നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിന് സെപ്പറേറ്റ് ലിഡ്, അതിനെയാണ് നമ്മൾ ക്ലോഷർ പാക്കേജിങ് എന്ന് പറയാം. സെപ്പറേറ്റ് ആയിട്ട് ക്യാപ്പും ലിഡ് അല്ലെങ്കിൽ കോർക്ക് സീലൊക്കെ വെച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പാക്കേജിങ് വരുന്നുണ്ട്. ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പാക്കേജിങ് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മൾ ആ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട്സ് ഒന്നും വന്നിട്ട് അതിനെ ഒന്നും ചെയ്യില്ല. അതാണ് ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പാക്കേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി. ഇനി ഹൈപ്പർ ബാരിക് സ്റ്റോറേജ് ഉണ്ട്. എന്താണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ബാരിക് എന്ന് എഴുതി തരാം. ഹൈപ്പർ ബാരിക് എന്ന് പറയുമ്പോൾ പ്രഷർ ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ പ്രഷർ എൻവയോൺമെൻ്റ് ആണ്. The hyperbaric storage involves the use of high pressure environment to enhance the preservation of perishable food. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഷെൽഫ് ലൈഫ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പറ്റുന്നുണ്ട്. 180 പ്രഷറിനേക്കാളും കൂടുതലാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയ, ഈസ്റ്റ്, മോൾഡൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് സ്പോയിലേജ് അവിടെ നടക്കുന്നില്ല. പിന്നെ ക്ലോഷർ നമ്മൾ പറഞ്ഞല്ലോ. ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ് സീല് അല്ലെങ്കിൽ ലിഡ്, ക്യാപ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ജാറ്, ഗ്ലാസിൻ്റെ ജാർസിലൊക്കെയാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ബോയിൽ ഇൻ ബാഗ്സ് പറഞ്ഞു.
പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, ഈസി ഓപ്പൺ എൻഡ് ആയിരുന്നു. പിന്നെ ഏതായിരുന്നു, നമ്മൾ ഈസി ഓപ്പൺ എൻഡ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തുറക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. റീട്രോട്ട് പൗച്ച്, അതാണ് പറഞ്ഞാൽ മൾട്ടി ലെയറിലുള്ള ടെട്രാ പാക്ക് പോലുള്ള സാധനങ്ങളായിരുന്നു. എഡിബിൾ ആയിട്ടുള്ള ഫിലിംസ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഫോം ഫിൽ സീലാണ്. റോള് ഫോം ചെയ്യുക, എന്നിട്ട് ഫില്ല് ചെയ്യുക, സീൽ ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അസെപ്റ്റിക് പാക്കേജിങ്. ഇത്രയാണ് ഫുഡ് പാക്കേജിങ്, ഏത് ഫുഡ് ടെക്നോളജീൻ്റെ കേസിൽ. ഇനി നമുക്ക് മീറ്റിൻ്റെ കേസിലുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാം. നമ്മൾ മീറ്റിൻ്റെ പ്രിസർവേഷൻ ശരിക്കും എന്തിനാണ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ പാക്കേജിങ് എന്തിനായിട്ടാണ് ചെയ്യുന്നുള്ളത്? ഒന്ന് നമുക്കതിനെ പാക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മോയ്സ്ചർ ലോസ് കുറക്കാം, അല്ലേ? മോയ്സ്ചർ ലോസ് സ്റ്റോറേജിൻ്റെ സമയത്ത് ഉണ്ടാകുന്നുള്ള മോയ്സ്ചർ ലോസ് നമുക്ക് അവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കളർ, ഡിസൈറബിൾ ആയിട്ടുള്ള കളർ നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണം, അല്ലേ? അവർക്ക് ഡിസൈറബിൾ കളർ ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരത് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കളർ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഫർദർ ആയിട്ടുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഒരിക്കലും വരാൻ പാടില്ല, അല്ലേ? കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്പോയിലായി പോകും. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പാക്കിങ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഓർഡേഴ്സൊക്കെ ഇത് പിടിച്ച് വലിക്കും. മീൻസ് ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ, നമ്മൾ വീടുകളിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനടുത്ത് എന്താ വല്ല ചക്കയോ മാങ്ങയോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീറ്റിനും അതിൻ്റെ ഒരു മണം കിട്ടും. പാലിനും ഉണ്ട് ആ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ അതെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്താണ് ബാക്കിയുള്ള ഫോറിൻ ഓർഡേഴ്സ് ഇവർ വലിച്ചെടുക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ലിപ്പിഡ് ഓക്സിഡേഷൻ, ലിപ്പിഡ്സിൻ്റെ ഓക്സിഡേഷനൊന്നും നടക്കാണ്ട് എന്താണ് പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്സിജൻ അല്ലേ കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ ലിപ്പിഡ്സിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നടക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ലിപ്പിഡ് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളതിനെ പാക്ക് ചെയ്യും. അപ്പോൾ ഈ പാക്കേജിങ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ഓരോ മീറ്റിനും, അതായത് ഇപ്പോൾ നമ്മൾ പ്രൈമൽ കട്ടാണോ റീറ്റെയിൽ കട്ടാണോ അതിനൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓവർ റാപ്പ് ചെയ്യാറുണ്ട്. എന്താണ് ഓവർ റാപ്പ് ചെയ്യാറുണ്ട്? ഇവിടെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കട്ട്സ് ഉണ്ടല്ലോ, അതായത് പ്രൈമൽ കട്ട് അല്ലെങ്കിൽ സബ് പ്രൈമൽ കട്ടിനൊക്കെ നമ്മൾ തെർമോ പ്ലാസ്റ്റിക് ഫിലിം വെച്ചിട്ട് എന്താണ് ജസ്റ്റ് ഒന്ന് ഓവർ റാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ LDPE ആണ് കോമൺ ആയിട്ട് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. തെർമോ പ്ലാസ്റ്റിക് ഫിലിം എന്ന് പറയുമ്പോൾ LDPE അതിനകത്ത് പെടും കേട്ടോ. LDPE ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇത് കൂടാണ്ട് നമ്മൾ നൈലൺ നേരത്തെ പറഞ്ഞില്ലേ, പോളിയമൈഡ്, നൈലൺ 6 അല്ലെങ്കിൽ നൈലൺ 11 ഇവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. PVCയും ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, LDPE ആണ്. അത് കൂടാണ്ട് നൈലോൺ 6ഉം നൈലോൺ 11ഉം പിന്നെ PVCയും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സെല്ലോഫെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സെല്ലുലോസിൽ നിന്ന് വരുന്നുള്ള ഒരു തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫിലിം. സെല്ലോഫെയിൻ കോട്ടഡ് വിത്ത് നൈട്രോസെല്ലുലോസ് on one side has been in use for wrapping fresh meat for a considerable period. ഇതും നമ്മൾ ഒരു സൈഡിൽ, അതായത് ഇപ്പോൾ ഒരു ട്രെയിനകത്ത് നമ്മുടെ മീറ്റ് വെച്ചു, എന്നിട്ട് ഒരു സൈഡിൽ മാത്രം നമ്മളിങ്ങനെ കവർ ചെയ്യാറില്ലേ, അതിനുവേണ്ടി നമ്മൾ സെല്ലോഫെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ അൺകോട്ടഡ് സൈഡ് ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് മീറ്റ്. അപ്പോൾ അൺകോണ്ടാക്റ്റഡ് സൈഡ് എപ്പോഴും മീറ്റുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. ഒരു സൈഡ് മാത്രം റാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെല്ലോഫെയിൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ട്രേ വിത്ത് ഓവർ റാപ്പ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ട്രേ വിത്ത് ഓവർ റാപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ട്രേ, അതിൻ്റെ വൺ സൈഡിൽ ഓവർ റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ട്രേ വിത്ത് ഓവർ റാപ്പ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പല മാർക്കറ്റ്സിലും കാണാറുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു 0 ഡിഗ്രി സെൽഷ്യസിൽ വേണം ഈ ട്രേ വിത്ത് ഓവർ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. 0 ഡിഗ്രി സെൽഷ്യസിൽ വേണം. എന്നാൽ നമുക്കൊരാഴ്ചയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ബ്രൈറ്റ് റെഡ് കളർ അവിടെ നിലനിർത്തണമെങ്കിൽ ഒരു 5 days ഒക്കെ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ നമുക്ക് വെക്കാം, 7 days 10 days ഒക്കെ വെക്കാം. പക്ഷെ ആ ഒരു കളർ അവിടെ നിൽക്കില്ല. ഓക്കെ, കളർ അവിടെ നിലനിൽക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ജസ്റ്റ് ഓവർ റാപ്പ് ചെയ്യുന്നുള്ളത്. എന്താണ് ഓവർ റാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫിലിം വെച്ചിട്ട് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഓവർ റാപ്പ് എന്ന് പറയാം. അതിനകത്ത് ട്രേ വിത്ത് ഓവർ റാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ട്രേനകത്ത് മീറ്റ് വെച്ചിട്ട് ഓവർ റാപ്പാണ്. അല്ലാണ്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം നമ്മൾ കവർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓവർ റാപ്പ് എന്ന് പറയാം. ഇനി വാക്വം പാക്കേജിംഗ് ഉണ്ട്, അത് ഓവർ റാപ്പ്. അതിനടുത്താണ് വാക്വം പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇത് ലോങ് ടേം സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ബഫലോ മീറ്റ് അതുപോലെ തന്നെ ബീഫിൻ്റെ ഒക്കെ, ബഫലോ മീറ്റും ബീഫിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്വം പാക്കേജിങ് ചെയ്യുന്നത്. ഒരു 8 to 10 weeks നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാം. വാക്വം പാക്കേജിങ് ചെയ്യുകയാണെങ്കിൽ 8 to 10 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് 8 to 10 വീക്സ് ആണ് കേട്ടോ, മന്ത്സ് അല്ല, സോറി, 8 to 10 weeks നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. 8 to 10 weeks എന്ന് പറയുമ്പോൾ ഒരു 2-2.5 മാസം അല്ലേ. പിന്നെ നമ്മൾ കോമൺലി ലാമ്പിൻ്റെയും പോർക്കിൻ്റെയും ഇത് ചെയ്യാറില്ല കേട്ടോ. വാക്വം പാക്കേജിങ് ഒരിക്കലും ലാമ്പിൻ്റെയും പോർക്കിൻ്റെയും ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാമ്പിന് ഷെൽഫ് ലൈഫ് 3 week മാത്രമേ ഉള്ളൂ. ഓക്കെ, 3 week മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ pH കമ്പാരിറ്റീവ്ലി ഹൈ ആണ്.
അപ്പോൾ അതിൻ്റെ pH കുറവാണെങ്കിൽ അവിടെ മൈക്രോബിയലിൻ്റെ ഗ്രോത്തൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. ഇവിടെ pH സ്വതവേ കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 3 വീക്ക് മാത്രമേ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഉള്ളൂ. പിന്നെ പോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 വീക്ക് മാത്രമേ നമ്മുടെ പോർക്കിന് ഷെൽഫ് ലൈഫ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 8 to 10 വീക്സ് ഒക്കെ ഇത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് വാക്വം പാക്കേജിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് നമ്മൾ ഈ വാക്വം പാക്കേജിങ്ങിന് നമ്മൾ ലാമിനേറ്റ്സിലും ചെയ്യാറുണ്ട്. അതായത് അലൂമിനിയം ഫോയിൽ, പോളിയെത്തിലീൻ, പോളിയസ്റ്റർ, പോളിയെത്തിലീൻ, പോളിയമൈഡ്, PVDC അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനെ വാക്വം പാക്കേജിന് ബയോഫിലിം വെച്ചിട്ട് കവർ ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് വാക്വം പാക്കേജിങ്. നെക്സ്റ്റ് MAP. ഈ അടുത്ത് ഞാൻ എന്തോ പറയുമ്പോൾ MAP പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഏതോ ഒരു ക്ലാസ്സിൽ. അങ്ങനെ വെച്ചാൽ എന്താണ്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്. നമ്മുടെ MCQ ഡിസ്കസ് ചെയ്തപ്പോൾ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, അതായത് നമ്മുടെ പാക്കേജിൻ്റെ ഇൻസൈഡിൽ എന്തുണ്ടാവും, അവിടെ എയർ ഉണ്ടാവും അല്ലെ, അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. ആ അറ്റ്മോസ്ഫിയർ നമ്മൾ എന്താണ്, മോഡിഫൈഡ് ചെയ്യാണ്. സോ ഇൻ ദിസ് ടെക്നിക് അറ്റ്മോസ്ഫിയർ ഇൻസൈഡ് ദ പാക്കേജ് ഈസ് മോഡിഫൈഡ് ടു എക്സ്റ്റെൻഡ് ദ ഷെൽഫ് ലൈഫ്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്താൽ, അതായത് ഈ ഓക്സിജനൊക്കെ റിമൂവ് ചെയ്താൽ അവിടെ ഓക്സിഡേഷനൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കളറ്, ഫ്ലേവർ, വെയിറ്റ് ഇതൊക്കെ നമുക്ക് റിട്ടൈൻ ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ എന്താണ്, നൈട്രജൻ ഗ്യാസൊക്കെ വെച്ചിട്ടാണ് ഇതിനെ ഫില്ല് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ മീറ്റിനും ഒരേ MAP അല്ല ആവശ്യം. ഓരോ മീറ്റിനും ഓരോ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. സോ ബഫലോ മീറ്റും ബീഫും ആണെങ്കിൽ അവർക്ക് ഹൈ ഓക്സിജൻ കണ്ടൻറ്റ് വേണം, എന്നാൽ മാത്രമേ ആ ബ്രൈറ്റ് റെഡ് കളർ അവരെ നിലനിർത്തുള്ളൂ. പോർക്കിനാണെങ്കിൽ ഹൈ ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഓക്സിഡേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഫാറ്റ് കൂടുതലല്ലേ, അപ്പോൾ പോർക്കിനാകുമ്പോൾ ലോ ഓക്സിജൻ കണ്ടൻറ്റാണ് ആവശ്യം. ബീഫിനാകുമ്പോൾ ആ റെഡ് കളർ നിലനിർത്താൻ വേണ്ടി ഓക്സിജനാണ് ആവശ്യം. ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പോർക്കിനാകുമ്പോൾ അത് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ നൈട്രജൻ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതൊരു ഇനേർട്ട് ഫില്ലറായിട്ട് ആക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നൈട്രജൻ ആഡ് ചെയ്യുന്നുള്ളത്. അത് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ റിട്ടോട്ട് പൗച്ചസ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അതുപോലുള്ള റിട്ടോട്ട് ഒരു 3 layers ഒക്കെയുള്ള റിട്ടോട്ട് പൗച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫുഡിനെ, നമ്മുടെ മീറ്റിനെ പാക്ക് ചെയ്യാറുണ്ട്. അതായത് മെയിനായിട്ടും റെഡി ടു ഈറ്റ് ഫുഡ്സ് ആണ് നമ്മുടെ മീറ്റ് വെച്ച് ഉണ്ടാക്കുന്നത്. റെഡി ടു ഈറ്റ് ഫുഡ്സ് ആണ് നമ്മൾ മെയിനായിട്ടും റിട്ടോട്ട് പൗച്ചിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാറുള്ളത്. ഓക്കെ, റിട്ടോട്ട് പൗച്ച്. അപ്പോൾ ഇങ്ങനെ റിട്ടോട്ട് പൗച്ച് ആണെങ്കിൽ ഔട്ടർ ലെയർ എപ്പോഴും പോളിസ്റ്ററാണ് അധികം ഉണ്ടാവുക. എന്താണ്, പോളിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിസ്റ്ററിൻ്റെ മേലെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ നടുവിൽ എപ്പോഴും എന്ത് വരും, അലൂമിനിയം ഫോയിൽ വരും. ഈ അലൂമിനിയം ഫോയിൽ നല്ലൊരു ബാരിയറാണ്. വാട്ടറിനായാലും ഗ്യാസ് ആണെങ്കിൽ ലൈറ്റ് ആണെങ്കിൽ ഇതൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യും, അലൂമിനിയം ഒരു നല്ല ബാരിയറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ദ മിഡിൽ ലെയർ അധികം നമ്മൾ അലൂമിനിയമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇന്നർ ലെയർ ഏതെങ്കിലും പോളി ഒലഫിൻ ആണ് യൂസ് ചെയ്യുക. ഔട്ടർ ലെയർ പോളിയെസ്റ്ററിൻ, മിഡിൽ ലെയർ അലൂമിനിയം, ഇന്നർ സൈഡ് ഒലഫിൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഇവർക്ക് എന്താണ്, ഫിലിം ഗീവ്സ് എ ഹീറ്റ് സീലബിലിറ്റി ആൻഡ് ഫുഡ് കോണ്ടാക്ട്. ഇതുമായിട്ടാണ് നമ്മൾ ഫുഡ് കോണ്ടാക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ പൗച്ചസ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുള്ളത്. ഓക്കെയാണ്, അതാണ് റിട്ടോട്ടബിൾ ഫ്ലെക്സിബിൾ പൗച്ച് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് ക്രയോവാക്. അടുത്തൊരു പാക്കേജിംഗ് ആണ് ക്രയോവാക് പാക്കേജിംഗ് എന്ന് പറയും. ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്കിൻ ടൈറ്റ് ഫിറ്റിംഗ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിൻ ടൈറ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ മീറ്റിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഈ സിസ്റ്റത്തിനകത്ത് ഒരു ഡബിൾ ചേംബർ മെഷീൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലാർജർ ചേംബറിനകത്ത് നമ്മൾ മീറ്റ് വെക്കും. ലാർജ് ചേംബർ ഏതാണോ അതിനകത്ത് നമ്മൾ മീറ്റ് വെക്കും. എന്നിട്ട് എവിടെയാണ് വെക്കുക, മീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫിലിം ബാഗ്. ഓക്കെ, ഫിലിം ബാഗിൻ്റെ അടുത്ത് നമ്മൾ വെക്കും. എന്നിട്ട് ഇതിൻ്റെ മൗത്ത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, സ്മോളർ ചേംബറിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഒരു വാക്വം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചേംബർ നമ്മൾ എന്ത് ചെയ്യുക, പാക്ക് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അറ്റ് മാക്സിമം വാക്വം ഇൻ ബോത്ത് ദ ചേംബേഴ്സ് ആൻഡ് ഓട്ടോമാറ്റിക് ക്ലിപ്പർ ക്ലോസസ് ദ ബാഗ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നുള്ളത്, ആദ്യം നമ്മൾ ബാഗിന് നമ്മൾ വെച്ചു, മീറ്റിന് നമ്മൾ ഫിലിം ബാഗിൽ വെച്ചു. അതെവിടെയാണ് വെക്കുന്നുള്ളത്, ലാർജർ ചേംബറിലാണ്. എന്നിട്ട് അതിൻ്റെ മൗത്ത് എങ്ങോട്ടുണ്ടാവും, സ്മോളർ ചേംബറിലോട്ടായിട്ടാണ് അതിൻ്റെ മൗത്ത് ഉണ്ടാവുന്നുള്ളത്. എന്നിട്ട് ആദ്യം ഒരു ലോ വാക്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്താണ്, ലാർജർ ചേംബറിനകത്ത് നമ്മളൊരു ലോ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എയറൊക്കെ റിമൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാർജർ ചേംബറിനകത്തിന് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ലോ ലെവൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് സ്മോളർ ചേംബറിനകത്ത് ഒരു ഹൈ ലെവൽ വാക്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യും.
ഓക്കെ, ഈ ബാഗ് ഓഫ് മൗത്ത് എവിടെയുള്ളത്? സ്മോളർ ചേമ്പറിൽ. അവിടെ നമ്മൾ ഹൈ ലെവൽ ഓഫ് വാക്വം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ രണ്ട് സ്ഥലത്തും മാക്സിമം വാക്വം വരുന്ന സമയത്ത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ലിപ്പർ വന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ക്ലിപ്പർ, നമുക്കിങ്ങനെ അടക്കാനും തുറക്കാൻ പറ്റുന്നുള്ള ആ ഒരു ക്ലിപ്പർ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, അതാണ് ഇതിൻ്റെ കേസിൽ നടക്കുന്നുള്ളത്, ക്രയോ വാക്കിൻ്റെ കേസിൽ നടക്കുന്നുള്ളത്. ഓക്കെ, ക്രയോ വാക്കിൻ്റെ കേസിൽ അതാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പാക്കേജിങ് ഓഫ് മീറ്റിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ മൈക്രോബയോളജി ആയിരിക്കും എടുക്കുക. അതും മിക്കവാറും MCQs വെച്ചിട്ടായിരിക്കും പറയാൻ പോകുന്നുള്ളത്. ബാക്കി നമ്മുടെ ഫുഡ് ടെക്നോളജിയൊക്കെ MCQസിലൂടെ പറഞ്ഞുതരാം. അതെല്ലാം ടൈം കിട്ടുവാണെങ്കിൽ ചെയ്തുതരാം കേട്ടോ. സോ താങ്ക് യു.